വർഷങ്ങൾക്കു മുമ്പ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായി. ദേവന്മാർ യുദ്ധത്തിൽ ആകെ പരവശരായിരുന്നു. അവസാനം ദേവന്മാർ ഒത്തുകൂടി ഉപദേശത്തിനായി ബ്രഹ്മാവിന്റെ അടുത്തെത്തി. ബ്രഹ്മദേവൻ അവരുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞു. ബ്രഹ്മാവ് അവരോട് ശിവനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. സാക്ഷാൽ കൈലാസനാഥൻ അല്ലാതെ നിങ്ങളെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് ബ്രഹ്മദേവൻ അവരെ ഉപദേശിക്കുന്നു. അങ്ങനെ ദേവന്മാർ ശിവനെ മനസ്സുരുകി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ശിവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാർ പറഞ്ഞു, അസുരന്മാർ ഞങ്ങളെ പരാജയപ്പെടുത്തി. ഞങ്ങൾക്ക് ദേവലോകത്തേക്ക് കടക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ദയവായി അവരെ കൊന്ന് ഞങ്ങളെ രക്ഷിക്കൂ. മഹാദേവന്റെ മുന്നിൽ അവർ നമസ്കരിച്ചു. അങ്ങനെ മഹാദേവൻ അവരുടെ സങ്കടം തീർക്കാൻ അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ പോയി. ശിവൻ രാക്ഷസന്മാരുമായി ഘോരയുദ്ധം ആരംഭിച്ചു. സുമേരു പർവ്വതത്തിൽ നിന്നും സ്വർഗ്ഗത്തിൽ നിന്നും രാക്ഷസന്മാരെ മഹാദേവൻ പുറത്താക്കി. ഭഗവാൻ അവരെ ഭൂമിയുടെ അറ്റം വരെ പിന്തുടർന്നു. ഈ അധ്വാനമെല്ലാം ശിവനെ ഭയങ്കര ഉഷ്ണത്തിൽ ആക്കുകയും അദ്ദേഹം ആകെ വിയർത്തു ഒഴുകാനും തുടങ്ങി. വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്നിടത്തെല്ലാം അതിൽ നിന്നും ഭയാനകമായ രൂപമുള്ള അതിഭയാനകമായ ഭഗവാന്റെ ഭൂതഗണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അവരും കണ്ണിൽ കാണുന്ന അസുരന്മാരെ കൊല്ലാൻ തുടങ്ങി. പാതാളത്തിലേക്ക് അവരെ പിന്തുടർന്നു. മാത്രിമാർ പാതാളത്തിൽ അസുരന്മാരെ കൊല്ലുമ്പോൾ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ഗൗതമി ഗംഗയുടെ തീരത്ത് കാത്തുനിന്നു. ഈ സ്ഥലം പ്രതിഷ്ഠാനം എന്നറിയപ്പെട്ടു. അങ്ങനെ ശിവന്റെ വിയർപ്പിൽ നിന്നും ഉണ്ടായ മാതൃമാർ എല്ലാ അസുരന്മാരെയും വധിച്ചപ്പോൾ അവർ ഭൂമിയിലേക്ക് മടങ്ങി ഗൗതമി ഗംഗയുടെ തീരത്ത് താമസിക്കാൻ തുടങ്ങി. ഈ തീർത്ഥം മാതൃതീർത്ഥം എന്നറിയപ്പെട്ടു. ബ്രഹ്മാവിന് 5 തലകളുണ്ടായിരുന്നു. അഞ്ചാമത്തെ തല ഒരു കഴുതയുടെ തലയുടെ ആകൃതിയിലായിരുന്നു. ഭൂതങ്ങൾ പാതാളത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ ഈ കഴുതയുടെ തല ഭൂതങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? തിരികെ വന്ന് ദൈവങ്ങളുമായി യുദ്ധം ചെയ്യുക. നിങ്ങളുടെ പോരാട്ടത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. കഴുത തലയുടെ സംസാരം അസുരന്മാർ ശ്രദ്ധിച്ചിരുന്നു. ഈ വിരോധാഭാസ സാഹചര്യത്തിൽ ദേവന്മാർ ആകെ പരിഭ്രാന്തരായി. ബ്രഹ്മാവിന്റെ സഹായം തങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ദേവന്മാർ ഭയന്നു. അസുരന്മാരുമായുള്ള പോരാട്ടത്തിൽ ബ്രഹ്മാവ് അവരെ സഹായിക്കുകയും ബ്രഹ്മാവിന്റെ 5-ാമത്തെ തല അസുരന്മാരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവർ വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദയവായി ബ്രഹ്മാവിന്റെ 5-ാമത്തെ ശിരസ് മുറിക്കുക. ഇത് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ തല മുറിക്കുക അത്ര ശരിയായ രീതിയല്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യാം. വിഷ്ണു ദേവന്മാരോട് മറുപടി പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വെട്ടിമുറിച്ച തല ഭൂമിയിൽ വീഴുമ്പോൾ അത് ഭൂമിയെ നശിപ്പിക്കും. ഒരു വഴി കണ്ടെത്താൻ നിങ്ങൾ ശിവനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ദേവന്മാർക്ക് ശിവന്റെ സഹായം ആവശ്യം വന്നു. വീണ്ടും ദേവന്മാർ ശിവനോട് പ്രാർത്ഥിക്കുകയും ശിവൻ ബ്രഹ്മാവിന്റെ തല ഛേദിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ വെട്ടിമുറിച്ച തലയുമായി ഞാൻ എന്തു ചെയ്യണം? ഭൂമി അത് സഹിക്കാൻ വിസമ്മതിച്ചു. അതുപോലെ സമുദ്രവും. ഒടുവിൽ ശിവൻ തന്നെ ശിരസ് വഹിക്കുമെന്ന് തീരുമാനിച്ചു. ബ്രഹ്മാവിന്റെ 5-ാമത്തെ തല ശിവൻ ഛേദിച്ച സ്ഥലമാണ് രുദ്രതീർത്ഥം. രുദ്രതീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ പുണ്യം ലഭിക്കുമെന്ന് സാരം. അന്നുമുതൽ ബ്രഹ്മാവിന് 4 തലകളുണ്ട്. അത് കാരണം ബ്രഹ്മദേവൻ ചതുർമുഖൻ എന്ന് അറിയപ്പെടുന്നു. ഗൗതമി ഗംഗയുടെ തീരത്ത് ബ്രഹ്മാവിന്റെ ക്ഷേത്രമുണ്ട്. ഇത് ബ്രഹ്മതീർത്ഥം എന്നറിയപ്പെടുന്ന പുണ്യമാണ്. ബ്രാഹ്മണരെ കൊന്നവൻ ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ പാപം പൊറുക്കപ്പെടുന്നു. ഹിന്ദുമതത്തിൽ പരബ്രഹ്മത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ മൂർത്തിഭാവമാണ് ബ്രഹ്മാവ്. ത്രിമൂർത്തികളിലെ സൃഷ്ടികർത്താവായി ബ്രഹ്മാവിനെ കണക്കാക്കുന്നു. 4 വേദങ്ങൾ ജ്ഞാനത്തിന്റെ ദേവനായി ബ്രഹ്മാവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മാവിന്റെ കരങ്ങളിൽ 4 വേദങ്ങളെ സൂചിപ്പിക്കുന്ന താളിയോലകളുടെ കെട്ട്, കാലചക്രത്തെ സൂചിപ്പിക്കുന്ന ജപമാല എന്നിവയും കാണപ്പെടുന്നു. താമരപ്പൂവിൽ ജീവന്റെ ഉദ്ഭവത്തെ സൂചിപ്പിക്കുന്നു ഇരിക്കുന്ന രൂപമാണ് ബ്രഹ്മാവിന്. അദ്ദേഹത്തിന്റെ വാഹനമായി സങ്കൽപ്പിക്കുന്നത് ഹംസത്തെ ആണ്. എല്ലാവർക്കും ബ്രദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.